ഹലോ, ഇത് നമ്മൾ കണ്ടിന്യൂഷൻ ഓഫ് ദ ചാപ്റ്റർ ആണ്. സ്വതന്ത്രത കി ഓറിന്റെ പാർട്ട് 2 ആണ്. ഇത് വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് ഞാൻ 3 പാർട്സ് ആയിട്ട് ഇടുന്നത്. സോ ബിന്ദാനെ ഖോദന റോക് ദിയ അവർ കഹ, ബിന്ദ ഖോദന എന്ന് പറയുമ്പോൾ കളയ്ക്കുക, കളക്കിൽ നിർത്തിയിട്ട് പറഞ്ഞു, തുമ്ഹാരെ സബ് സവാലോക്ക് ജവാബ് ദൂങ്ക, നിന്റെ എല്ലാം, സബ് സവാൽ എന്ന് പറയുമ്പോൾ, സബ് എന്ന് പറയുമ്പോൾ എല്ലാം, എല്ലാം ചോദ്യങ്ങളുടെയും, സവാൽ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങളുടെയും, ജവാബ് ദൂങ്ക ഉത്തരം ഞാൻ തരും, പർ പക്ഷേ, പെഹലെ ഇസ് ബക്രീക്കോ ബാന്ധോ, ആദ്യം ഈ ആട്ടിൻകുട്ടീനെ പോയി കെട്ടിടാൻ പറയും. മേരാ സാറാ പാലക് ചബാ രഹി ഹെ, എന്റെ എല്ലാം പച്ച ഇലകൾ, പാലക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചീര പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഈ ഇലയാണ്. അപ്പൊ ഈ ഇല എല്ലാം ചബാരി, ചബാരി എന്ന് പറയുമ്പോൾ ആട് തിന്നുകൊണ്ടിരിക്കുവാണ്. ബക്രി ചബാത്തി ഹെ, ചവയ്ക്കുന്നേന്നാ പറയുന്നത്. അപ്പൊ ധനി ബിന്നിക്കോ ഖീച്ച്കർ ലേ ഗയാ, ധനി ബിന്നിനെ വലിച്ചോണ്ട് പോയി. ഈ ചിത്രം കണ്ടാൽ നമുക്കറിയാം ഇത് ധനിയാണ്, ഇത് അവന്റെ ആടാണ്. ബിന്നിനെ വലിച്ചോണ്ട് പോണ കണ്ടില്ലേ. और पास के नींबू के पेड़ में बांधी, और पास के അടുത്ത ഒരു നീമ്പു കാ പേട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാരങ്ങ ഉണ്ടാണ്, നാരങ്ങ ഉണ്ടാണ് മരത്തിനെ പറയുന്നത്. നീമ്പു എന്ന് പറയുമ്പോൾ നാരങ്ങയുടെ മരത്തിന്റെ അവിടെ പോയി ബാന്ധിയ. ഫിർ ബിന്ദാനെ ഉസേ യാത്ര കെ ബാരെ മേ ബത്തായ, ഫിർ ബിന്ദാനെ, അത് കഴിഞ്ഞ് ബിന്ദ ചാച്ച ഉസേ യാത്ര കെ ബാരെ മേ, യാത്രയുടെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. गांधी जी और उसके कुछ साथी गुजरात में पैदल चलते हुए दांडी नाम की जगह पर समुद्र के पास पहुंचेंगे. അപ്പൊ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഗാന്ധിജി और उसके कुछ साथी, ഗാന്ധിജിയും അവന്റെ കുറച്ച് കൂട്ടുകാരും കൂടി ഗുജറാത്തില് നടന്നുകൊണ്ട്, पैदल चलना എന്ന് പറയുമ്പോ നടക്കുക, അപ്പോ पैदल चलते हुए നടന്നുകൊണ്ട്, ഗുജറാത്തിൽ നടന്നുകൊണ്ട്, ദാണ്ഡി നാം കി ജഗ പർ, ദാണ്ഡി എന്ന് പറഞ്ഞ, ദാണ്ഡി നാം കി ജഗ, ദാണ്ഡി എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ഥലം വരെ സമുദ്രക്ക് പാസ് പहुंचेंगे, നടന്നുകൊണ്ട് സമുദ്രത്തിന്റെ അടുത്തോട്ട് പോകും. गांव और शहर से होते हुए पूरा महीना चलेंगे, गांव വില്ലേജിലെ അടുത്തുകൂടെ നടന്ന്, സിറ്റിയുടെ അടുത്തുകൂടെ നടന്ന്, होते हुए മുഴുവൻ മാസം അവര് നടക്കുന്നു, ഒരു മാസത്തോളം നടക്കും. നടന്നിട്ട് അവര് ഈ ദാണ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു പോകും. പहुंचेंगे, ദാണ്ഡി പहुंचकर वे नमक बनाएंगे, അവിടെ എത്തിയിട്ട് ദാണ്ഡി പहुंचकर, പहुंचना എന്ന് പറയുമ്പോ അവിടെ എത്തിയിട്ട് വേ നമക് ബനായെങ്കിൽ, അവര് ഉപ്പ് ഉണ്ടാക്കും എന്ന് പറയും. ഉപ്പോ ധനി ചോക്കർ ഉठ बैठा, ഉപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവൻ ധനി ചോക്കന, ചോക്കന എന്ന് പറയുമ്പോ അങ്ങനെ ആശ്ചര്യത്തോടെ അവൻ ഒരു വശം ഇരിക്കലായിരുന്നു, എഴുന്നേറ്റിരുന്നു അവൻ. അവരെ ഉठ बैठना, ഓക്കെ. നമക് ക്യോ ബനായെങ്കിൽ, ഉപ്പ് എന്തിനാ ഉണ്ടാക്കുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഒരു ചോദ്യം പോലെയാണ്. വഹ തോ കിസി ഭി ദുകാൻ സെ ഖരീദാ ജാ സക്താ, അത് ഏത് കടയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്ന് പറയും. പിന്നെ എന്തിനാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്? ദുകാൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ്, ഓക്കെ, റേഷൻ വാങ്ങിക്കുന്ന മാർക്കറ്റ്. അപ്പൊ ഏത് കടയിൽ നിന്ന് നമുക്ക് ഉപ്പ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പലര കടയിൽ നിന്ന്. അപ്പൊ ഖരീദാ ജാ സക്താ. ഹാ മുझे मालूम है, ഹാ എനിക്ക്, മുझे मालूम है എനിക്ക് അറിയാം. ബിന്ദ ഹസ, ബിന്ദ ചിരിച്ചു. पर महात्मा जी की योजना है, पर മഹാത്മാജിയുടെ ഇത് ഒരു യോജനയാണ്, ഒരു പ്ലാൻ ആണ്, ഒരു പ്ലാൻ ചെയ്യുന്നതാണ് മഹാത്മാജി എന്ന് പറയും. ये तो तुम्हें पता ही है कि, നിനക്ക് എന്തായാലും അറിയാലോ, വ കിസി ബാത് കെ വിരോധ് മേ ഹി യാത്ര കർത്തെ, ഏതെങ്കിലും കാര്യത്തിന്റെ, കാര്യം എന്ന് പറയുമ്പോൾ വഹ കിസി ബാത് കെ, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മഹാത്മാഗാന്ധി വിരോധം ചെയ്യുന്നതെന്ന് നിനക്ക് അറിയില്ല, അല്ലെങ്കിൽ യാ ജുലൂസ് നിക്കാൽത്തെ ഹെ, അതോ ജുലൂസ് എടുക്കുന്നത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കും. ഹാ ബിൽക്കുൽ സഹി, ഹാ ബിൽക്കുൽ സഹി, എന്താ പറയുന്നത്, കറക്റ്റ് ആണെന്ന് പറയും അവൻ, തീർച്ചയായും കറക്റ്റ് ആണെന്ന് പറയും. मैं जानता हूँ, എനിക്ക് അറിയാം. वे ब्रिटिश सरकार के खिलाफ सत्याग्रह के जुलूस निकालते हैं, അവര് മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എതിരെ, കെ ഖിലാഫ് എന്ന് പറയുമ്പോൾ എതിരെ, സത്യാഗ്രഹത്തിന്റെ ജുലൂസ് എടുക്കാറുണ്ടെന്ന് പറയും. ജിസ്സെ കി, സത്യാഗ്രഹം ചെയ്തിട്ട് നമുക്ക് ഉൻകെ ഖിലാഫ് ലड़ സക്കെ, അവരെ ഈ ബ്രിട്ടീഷ് സർക്കാരിനെ എതിരെ നമുക്ക് തല്ലുകൂടിയിട്ട് നമുക്ക് ഭാരതത്തിന് സ്വതന്ത്ര ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മഹാത്മാഗാന്ധി ഇവരെ ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും യാത്ര ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സത്യാഗ്രഹം ചെയ്യാറുണ്ട് എന്ന് പറയൂ.
അപ്പോ पर नमक को लेकर विरोध क्यों कर रहे हैं? പക്ഷേ ഉപ്പ് എടുത്തിട്ട് എന്തിനാണ് ഉപ്പിന്റെ കാരണം പിടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ വിരോധ് ക്യൂ കർ രഹേ, എന്തിനാണ് ഇങ്ങനെ വിരോധ് ചെയ്യുന്നതെന്ന് ചോദിക്കും അവൻ. അവന് മനസ്സിലായില്ല. യാ തോ സമജ്ദാരി വാലി ബാത് നഹീ ഹൈ, ഇതൊരു എന്താ പറയുന്നത്, ഒരു ബുദ്ധിയുള്ള കാര്യമല്ല എന്ന് ആ കൊച്ചു പറയും. ബിൽക്കുൽ ധനി, क्या तुम्हें पता है कि हमें नमक पर कर देना पड़ता है? बिल्कुल, തീർച്ചയായിട്ടും ധനി. പക്ഷെ क्या तुमको पता है, നിനക്ക് അറിയോ ചോദ്യമാണ്. क्या तुमको पता है कि हमें नमक का कर देना पड़ता है, നമുക്ക് നമക്കിന്റെ कर देना पड़ता है, ടാക്സ് കൊടുക്കേണ്ടി വരാറുണ്ടെന്ന് പറയും. अच्छा, ധനി हैरान रह गया. ധനി ഒരു എന്താ പറയുന്നത്, आश्चर्य അവന് കേട്ടോ. नमक की जरूरत सभी को है, इसका मतलब है हर भारतवासी गरीब से गरीब भी यह कर देता है, बिंदा चाचा ने आगे समझाया. അപ്പോ नमक की जरूरत सभी को है, ഉപ്പിന്റെ ആവശ്യം, जरूरत എന്ന് പറയുമ്പോൾ ആവശ്യം, सभी को है എല്ലാവർക്കും ഉണ്ട്. इसका मतलब है, ഇതിന്റെ അർത്ഥം की हर भारतवासी എല്ലാ ഭാരതത്തിലെ എല്ലാവരും, गरीब से गरीब പാവപ്പെട്ടവരും यह कर देता है ഇത് കർ കൊടുക്കുന്നുണ്ട്. വിന്ദ ചാച്ചാനെ ആകെ സമझाया, വിന്ദ ചാച്ച പിന്നെ അവനെ മനസ്സിലാക്കിച്ചു കൊടുത്തു. ലേക്കിൻ യഹ തോ സരാസർ അന്യായ ഹെ, ലേക്കിൻ പക്ഷെ ഇതൊരു ഒരു അന്യായം അല്ലേന്ന് അവൻ പറയും. സരാസർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അന്യായമല്ലേ. ധനിക്ക് ആക്കോമേ ഗുസ്സാത്ത, ധനിയുടെ കണ്ണില് ദേഷ്യം വന്നായിരുന്നു, ക്രോധം വന്നായിരുന്നു അവന്റെ നോട്ടത്തിനകത്തൊക്കെ. യഹ അന്യായ ഹെ, ഇതൊരു അന്യായമാണെന്ന് പറയും. ഇത്തനാ ഹി നഹീ ഭാരതീയ ലോഗോं को नमक बनाने की मनाही है, इतना ही नहीं, ഇതുമല്ല, ഭാരതീയ ലോഗോं को, ഭാരതത്തിലെ ആൾക്കാർക്ക് ഉപ്പ് ഉണ്ടാക്കാൻ, നമക് ബനാനേക്ക് മനായി, ഉപ്പ് ഉണ്ടാക്കാനുള്ള परमिशन इल्ला എന്ന്, നമുക്ക് ഉപ്പുണ്ടാക്കാം. महात्मा जी ने ब्रिटिश सरकार को कर हटाने को कहा. അപ്പൊ മഹാത്മാജിനെ ബ്രിട്ടീഷ് സർക്കാരിനോട് പറഞ്ഞു कि ഈ കർ ഹട്ടാനേക്കോ എന്ന് പറഞ്ഞാൽ മാറ്റാൻ, ടാക്സ് മാറ്റാൻ പറയും. പക്ഷെ पर उन्होंने यह बात ठुकरा दी, പക്ഷേ ബ്രിട്ടീഷുകാരെ അത് കേട്ടില്ല. इसलिए उन्होंने निश्चय किया, അത് കാരണം മഹാത്മാഗാന്ധി ഒരു നിശ്ചയം എടുത്തു. കിയാക്കി വേ ദാണ്ഡി ചൽക്കർ ജായെങ്കി, അപ്പൊ മഹാത്മാഗാന്ധി ഒരു സത്യാഗ്രഹം ചെയ്യുന്ന ദാണ്ഡി വരെ നടന്നു പോവും. ഓർ സമുദ്രക്കെ പാനി സെ നമക് ബനായെങ്കി, അത് കഴിഞ്ഞിട്ട് സമുദ്രത്തിന്റെ വെള്ളത്തോണ്ട് ഉപ്പ് ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി ഈ സത്യാഗ്രഹം ചെയ്യാൻ ആഗ്രഹിച്ചത്. एक महीने तक पैदल चलेंगे, ഒരു മാസം എന്താ പറയാ നടന്നു പോകും. पैदल चलने നടക്കുക. ധനി സോച്ച്കർ പരേശാൻ ഹോ ഗയ, ധനി സോച്ച്കർ എന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് പരേശാനായി, ടെൻഷനായി. ധനിക്ക് ആലോചിച്ചുകൊണ്ട് അവന് ഭയങ്കര ഒരു ഇതായി, എന്താ ചെയ്യാന്നുള്ളൊരു ഇത് വന്നു അവന്റെ മനസ്സിൽ. പരേശാൻ ഹോ ജാന. ഓക്കെ, ഗാന്ധിജി തോ थक जाएंगे, ഗാന്ധിജി ആണെങ്കിൽ നടന്ന് മടുത്തു പോലോ എന്ന് ഓർക്കും. വേ ദാണ്ഡി ബസ് യാ ട്രെയിൻ സെ ക്യൂ नहीं जाते, അപ്പൊ മഹാത്മാഗാന്ധി എന്താ അങ്ങോട്ട് ബസ്സിലോ ട്രെയിനിലോ എന്താ പോവാത്തേന്ന് ചോദിക്കും. क्योंकि यदि वे इस लंबी यात्रा पर दांडी तक पैदल जाएंगे तो यह खबर फैलेगी. അപ്പൊ क्योंकि എന്തുകൊണ്ട് കാരണം വെച്ചാ യദി വേ ഈസ് ലംബി യാത്ര, ഈ നീളമുള്ള ഈ യാത്ര ചെയ്യുമ്പോ ദാണ്ഡി തക് പേദൽ ജായെങ്കി, അവിടെ വരെ നടന്നു പോകുമ്പോ തോ യഹ ഖബർ ഫൈലേഗി, അപ്പോഴാണ് ഈ ന്യൂസ്, ഖബർ എന്ന് പറയുമ്പോ ന്യൂസ് ഫൈലന, ഖബർ ഈ ന്യൂസ് എല്ലാവിടെയും പരക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം ഗാന്ധിജി നടന്നു പോയിന്ന്. അഖ്ബാറുമേ ഫോട്ടോ ഛപ്പേഗി, അഖ്ബാർ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറിനകത്ത് ഫോട്ടോ ഛപ്പന മീൻസ് ഫോട്ടോ വരും. റേഡിയോ पर റിപ്പോർട്ട് ആएगा, റേഡിയോയില് അനൗൺസ്മെന്റ് ചെയ്യും. और पूरी दुनिया के लोग यह जान जाएंगे, और മുഴുവൻ ലോകത്തെ ആൾക്കാര് ഈ കാര്യം അറിയും. कि हम अपनी स्वतंत्रता के लिए लड़ रहे हैं, ലോകത്തെ എല്ലാവർക്കും മനസ്സിലാവും നമ്മളെല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുവാണെന്ന്. और ब्रिटिश सरकार के लिए यह बड़ी शर्म की बात होगी, അപ്പൊ ബ്രിട്ടീഷ് സർക്കാരിന് ഇത് ഒരു യഹ ബഡി ശരം കി ബാത്ത് ഹോഗി, ഇതൊരു വലിയ നാണക്കേടുള്ള കാര്യമാവും.
ഇയാൾ ഇങ്ങനെ നടന്ന് ഇവിടം വരെ എത്തി ഇങ്ങനെ സത്യാഗ്രഹം ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവരും മുമ്പിൽ നാണം കെട്ട് തല കുണിക്കേണ്ടി വരും. ഗാന്ധിജി ബടേഹി അക്കൽമന്ത് ഹേ നാ ധനിക്ക് ആക്കെ ചമക്കി. ഗാന്ധിജി ഭയങ്കര ബുദ്ധി, അക്കൽമന്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് പറയും അല്ലെ. ധനിക്ക് ആക്കി ചമക്കി, ധനിയുടെ കണ്ണിനകത്ത് ഒരു സന്തോഷം വന്നു. ബിന്ദനെ ഹസ്കർ കഹ വഹ തോ ഹൈ ഹി. ബിന്ദ ചിരിച്ചോണ്ട് പറഞ്ഞു, അത് തീർച്ചയായിട്ടും. दोपहर को जब आश्रम में थोड़ी शांति छाई, दोपहर എന്ന് പറയുമ്പോൾ ഉച്ച നേരത്തെ ആശ്രമത്തിനകത്ത് കുറച്ച് ഒരു സൈലൻസ് വന്നപ്പോ, ശാന്തി എന്ന് പറഞ്ഞാൽ കൂളായിട്ടിരിക്കുമ്പോ ധനി അപ്പനെ പിതാക്കോ ढूंढने निकला. ധനി അവന്റെ അച്ഛനെ തപ്പാൻ, ढूंढना എന്ന് പറയുമ്പോ തപ്പാൻ പോയി. നിക്കല വ एक पेड़ के नीचे बैठकर चरखा काट रहे थे. അപ്പൊ അവന്റെ അച്ഛൻ ഒരു പേടയ്ക്ക് നീച്ചെ, മരത്തിന്റെ ചുവട്ടിൽ ബാറ്റ്കർ ഇരുന്നിട്ട് ചർക്ക തിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിതാജി ക്യാ ആപ്പ് ഓർ മമ്മി ദാണ്ടി യാത്ര ജാ രഹേ ഹെ. പിതാജി എന്ന് അവനോട് ചോദിക്കും, ക്യാ നിങ്ങളും അമ്മയും ദാണ്ടി യാത്ര പോകുന്നുണ്ടോ ചോദിക്കും. ധനിനെ സീധേ കാം കി ബാത് ചോദിച്ചു. ധനി സീധേ സാധാ കാം കാ ബാത്ത് എന്ന് പറയുമ്പോൾ കറക്റ്റ് പോയിന്റിലോട്ട് അവൻ കാര്യം ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ദാണ്ടി യാത്രയിൽ പോകുന്നുണ്ടോന്ന് ചോദിച്ചു. മേ ജാ രഹാ ഹൂം തും ഓർ അമ്മ യഹി രഹേംഗി. ഞാൻ പോകുന്നുണ്ട്, നീയും അമ്മയും യഹി രഹേംഗി, ഇവിടെ തന്നെ നിൽക്കും. मैं भी आपके साथ चल रहा हूँ. ഞാനും കൂടി കൂടെ വരുന്നു പറയുവാൻ. मैं भी आपके साथ, आपके साथ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ, चल रहा हूँ ഞാനും വരുന്നു പറയും. ബേക്കാർ की बात मत करो ധനി. ആവശ്യമില്ല, ബേക്കാർ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എന്ന് പറയും. മത് കറോ ധനി എന്ന് പറയും. തും ഇतना लंबा नहीं चल पाओगे. തും നിനക്ക് ഇത്തന ലംബ, ഇത്രയും ദൂരം നിനക്ക്, ലംബ എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം നിനക്ക് നടക്കാൻ പറ്റില്ല. ആശ്രമ के नौजवान ही जा रहे हैं. ആശ്രമത്തിലെ നൗജവാൻ എന്ന് പറയുമ്പോൾ യങ് ആൾക്കാര് മാത്രമേ പോണുള്ളൂ എന്ന് പറയും. ധനിനെ ഹട്ട് പക്കड़ ली. मैं 9 साल का हूँ और आपसे तेज दौड़ सकता हूँ. അപ്പൊ ധനി ഹട്ട് പക്കടില്ല, ഹട്ടിലെ പക്കടില്ല എന്ന് പറയുമ്പോൾ ധനിക്ക് അവൻ വാശി പിടിച്ചിട്ട് പറഞ്ഞു, അവന് വാശി പിടിച്ചിട്ട് പറഞ്ഞു, മേ 9 साल का हूँ, ഞാൻ 9 വയസ്സായിട്ടുണ്ട് എനിക്ക്, അതും ആപ്സെ തേജ് ദൗड़ सकता हूँ, നിങ്ങളെക്കാൾ സ്പീഡിൽ എനിക്ക് ഓടാൻ അറിയാന്ന് പറയും. അപ്പോൾ ഐ ഹോപ്പ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can comment and ask, and please subscribe my channel. അപ്പോൾ ഇത് എൻ്റെ പാർട്ട് 3 കൂടി ഞാൻ ഇടുന്നതായിരിക്കും.